Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നമ്മുടെ +1 ഇംഗ്ലീഷ് എക്സാം, പബ്ലിക് എക്സാം മാർച്ച് 29-നാണ്. ഉറപ്പായിട്ടും ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ 6 യൂണിറ്റുകൾ, 19 ചാപ്റ്റേഴ്സ്, ഡിസ്കോഴ്സുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ ശ്രദ്ധ പോകാൻ സാധ്യത, നമുക്ക് ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് നിൽക്കാൻ സാധ്യത ഗ്രാമറാണ്. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഒരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ നിന്ന് +1ലേക്ക് വരുമ്പോൾ ഗ്രാമർ അത്ര ഇൻറ്റൻസിറ്റിയിൽ അല്ലെങ്കിൽ അത്രയും വെയിറ്റേജിൽ +1ൽ ചോദിക്കുന്നില്ല. മാക്സിമം ഒരു 10-12 മാർക്കിനൊക്കെയാണ് +1 +2 ക്ലാസ്സുകളിൽ ഗ്രാമർ ചോദിക്കാറ്. അതും നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ച പാറ്റേണിലെ കോൺവെർസേഷൻ കംപ്ലീഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രപ്പോസിഷൻസോ റെഗുലറായിട്ടൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. നമുക്ക് ചോദിക്കാറുള്ളത് വളരെ കുറച്ച് ടോപ്പിക്സ് ആണ്. അതിലൊന്ന് എഡിറ്റിംഗ് ആണ്, മറ്റൊന്ന് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്, മറ്റൊന്ന് കൊഹിസീവ് ഡിവൈസസ് ആണ്. ദെൻ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഈ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, ഇതുപോലത്തെ ടോപ്പിക്സ് ഒക്കെ വരാറുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ ലൈവുകളിലും കോണ്ടന്റ് വീഡിയോസിലും ഒക്കെ പഠിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരു കാരണവശാലും മറന്നു വരുത്. സോ ലെറ്റ്സ് ബിഗിൻ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷ് ഗ്രാമറിലെ ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ്. യെസ്, എഡിറ്റിംഗ് നമുക്ക് 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷെ 10ാം ക്ലാസ്സിൽ എളുപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത്, എന്താണോ മിസ്റ്റേക്സ്, അത് ബോൾഡ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. നിങ്ങളത് കറക്റ്റ് ചെയ്താൽ മതി. എന്നാൽ +1ലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ മോഡൽ എക്സാമൊക്കെ എഴുതിയ ആൾക്കാരാണ്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം മിസ്റ്റേക്സ് ഏതാണ് എന്ന് ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ടാണ് അത് എന്ത് ചെയ്യേണ്ടത്, കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മോഡൽ എക്സാമിന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. 2023 മോഡൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യം. ഇതിൽ ആദ്യത്തെ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് 4 മാർക്സിനാണ് ക്വസ്റ്റൻ എങ്കിൽ ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ് ഫ്രം ദ ക്വസ്റ്റൻ ഇറ്റ് സെൽഫ് ദാറ്റ് ഇവിടെ നമുക്ക് 4 മിസ്റ്റേക്സ് ഉണ്ട്. സോ 4 മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് 4 മിസ്റ്റേക്സ് എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. സോ ഒന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതിൽ 4 മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കും. എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ആദ്യത്തെ ലൈനിൽ തന്നെ മിസ്റ്റേക്ക് ഉണ്ടാവണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പതുക്കെ വായിച്ചു നോക്കുക, റിലാക്സ്ഡ് ആയിട്ട് വായിച്ചു നോക്കുക. ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ മിസ്റ്റേക്ക് തന്നെ ആദ്യം കണ്ടുപിടിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. പക്ഷെ 4 മിസ്റ്റേക്സ് അതിലുണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാം. ഓക്കെ, ശരി, നോക്കൂ. ആദ്യം ഇത് ഏതാ ചാപ്റ്റർ എന്നൊരു ഐഡിയ ഉണ്ടാവുക. ഇത് ഏതാ ചാപ്റ്റർ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. ദ യങ് സീഗൾ വാസ് നോട്ട് കോൺഫിഡൻറ്റ് ടു ഫ്ലൈയിങ്. സോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സെൻറ്റൻസ്. അപ്പോൾ ഇതിൽ എന്താ മിസ്റ്റേക്ക് എന്ന് ആലോചിക്കാം. ഇവിടെ യങ്ങിൻ്റെയും സീകളുടെയും ഒന്നും സ്പെല്ലിങ്ങിൽ പ്രശ്നമൊന്നുമില്ല. ദെൻ വാസ് നോട്ട് ആയിരുന്നില്ല, പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റാണ്, ഈസ് നോട്ട് എന്നല്ല വേണ്ടത്, വാസ് നോട്ട് തന്നെയാണ് വേണ്ടത്. വാസ് നോട്ട് കോൺഫിഡൻറ്റ് ടു ഫ്ലൈയിങ്. അപ്പോൾ നമുക്കവിടെ ഒരു മിസ്റ്റേക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താ, ഇവിടെ നമുക്കറിയാം ടു എന്ന് പറഞ്ഞ വേർഡ് കഴിഞ്ഞാൽ എപ്പോഴും വേർബിൻ്റെ ബേസ് ഫോമേ വരുള്ളൂ, അല്ലെങ്കിൽ V1 ഫോമേ വരുള്ളൂ. അപ്പോൾ ടു ഫ്ലൈയിങ് എന്ന് പറയില്ല, എന്തേ പറയുള്ളൂ, ടു ഫ്ലൈ എന്നേ പറയുള്ളൂ. സോ ഇതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക, ടു ഫ്ലൈയിങ് എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഹൈഫണോ ആരോ മാർക്കോ ഇട്ടിട്ട് ടു ഫ്ലൈയിങ് എന്നല്ല വേണ്ടത്, ടു ഫ്ലൈ എന്നാണ് എഴുതുക. ഇങ്ങനെയാകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ടീച്ചറിന് ഇത് വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് ഹിസ് മദർ ഹു ഹെൽപ്ഡ് ഹിം അറ്റ് ലീസ്റ്റ്. ഇറ്റ് ഈസ് ഹിസ് മദർ, പ്രശ്നമൊന്നുമില്ല ആദ്യത്തെ നോട്ടത്തിൽ. പക്ഷേ കുഴപ്പം ഈ മൊത്തം പാസേജ് കിടക്കുന്ന പാസ്റ്റ് ടെൻസിലാണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു യങ് സീഗൾ വാസ് നോട്ട്. അപ്പോൾ വാസ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഹിസ് മദർ എന്ന് പറയരുത്, ഇറ്റ് വാസ് ഹിസ് മദർ എന്ന് പറയണം. ഓക്കെ, സോ ഈസ് ഹിസ് മദർ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുക, ഈസ് ഹിസ് മദർ എന്നുള്ളത് മിസ്റ്റേക്കാണ്. അതെങ്ങനെ കൺവേർട്ട് ചെയ്യണം, ഈസ് ഹിസ് മദർ എന്നുള്ളത് വാസ് ഹിസ് മദർ എന്നാണ്. ഇതാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക്. മൂന്നാമത്തെ എന്താണ്, ഹു ഹെൽപ്ഡ് ഹിം അറ്റ് ലീസ്റ്റ്. സിമ്പിളാണ് അല്ലേ, അറ്റ് ലീസ്റ്റ് എന്ന് പറയില്ല, അറ്റ് ലാസ്റ്റ് എന്നേ പറയുള്ളൂ. അപ്പോൾ അറ്റ് ലീസ്റ്റ് എന്നുള്ളത് മാറിയിട്ട് അറ്റ് ലാസ്റ്റ് എന്നാണ്, അറ്റ് ലാസ്റ്റ് അവസാനം. സോ 3 മിസ്റ്റേക്സ് കിട്ടി. ഒരു മിസ്റ്റേക്ക് കൂടെ ഉണ്ട്, ആഫ്റ്റർ മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സർ മേക്ക് എന്ന് പറയുന്നത് V1 ആണ്, അപ്പോൾ മേക്കിന് V2ലേക്ക് ആക്കണം, മെയ്ഡ്. ആഫ്റ്റർ മെയ്ഡ് ഇസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ല, ആദ്യത്തെ ഫ്ലൈറ്റ് നടത്തിയതിന് ശേഷം ആഫ്റ്റർ മേക്കിംഗ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഹി റിയലൈസ്ഡ് ഹിസ് സ്ട്രെങ്ത്. ആഫ്റ്റർ മേക്കിംഗ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ മേക്ക് എന്നുള്ളത് എന്താവും, മേക്കിംഗ് എന്നാവും. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഡിറ്റിങ്ങിൽ ഈ രീതിയിലാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ പരീക്ഷാ പേപ്പർ നോക്കുന്ന ടീച്ചറിന് എന്താണ്, വളരെ എളുപ്പമുള്ളൊരു പ്രോസസ്സാണ്. സോ ഹിൽ പുട്ട് എ ടിക്ക് മാർക്ക് ആൻഡ് ഗിവ് യു 4 മാർക്സ്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യണത്, എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. നമുക്കൊരു ക്വസ്റ്റൻ കൂടെ നോക്കിയാലോ. യെസ്, നോക്കൂ.
ഇത് ഏതാ ചാപ്റ്റർ എന്ന് ആദ്യം പറഞ്ഞേ? യെസ്, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. ആരെ എഴുതിയത്? കിറ്റി ഗെയിൽ ഫെർഗൂസൺ. ആരെക്കുറിച്ച് എഴുതിയത്? സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച്. നോക്കൂ, ഓൺ 1959, in the age of 17, Hawking went to Oxford to study natural science and specialize on physics. സോ നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ 1-2 മിസ്റ്റേക്സ് ആയിട്ട് കേട്ടിട്ടുണ്ടാവും. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്നുള്ളത്. ആദ്യത്തത്, ഫസ്റ്റ് മിസ്റ്റേക്ക് എന്താ? ആദ്യത്തെ മിസ്റ്റേക്ക്, ഓൺ 1959 എന്ന് നമ്മൾ പറയില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? നമുക്ക് നന്നായിട്ടറിയാം, നമ്മൾ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. ഓൺ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റും മന്തും ഇയറും തന്നിട്ടുണ്ടാവണം, സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ് തന്നിട്ടുണ്ടാവണം. എന്നാൽ ഇയർ മാത്രമേ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഓൺ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ അല്ല ഉപയോഗിക്കുക. എന്താ ഉപയോഗിക്കുക? ഇൻ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ ഉപയോഗിക്കുക. 1 മാർക്ക് കിട്ടി. ഇത് നിങ്ങൾ താഴേക്ക് എടുത്ത് എഴുതണം, ഞാനിപ്പോൾ അത് എഴുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇൻ 1959, ഇൻ ദ ഏജ് ഓഫ് 17, 17ാമത്തെ വയസ്സിൽ. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ ഇല്ലെന്നുള്ള അർത്ഥമുണ്ട്, പക്ഷെ നമുക്കറിയാം ഇൻ ദ ഏജ് ഓഫ് 17 നമ്മൾ പറയില്ല. എന്തേ പറയുള്ളൂ? യെസ്, അറ്റ് ദ ഏജ് ഓഫ് 17, അറ്റ് ദ ഏജ് ഓഫ് 17. അപ്പോൾ കണ്ടില്ലേ, 3 വേർഡ്സിൽ 2 മാർക്ക് കിട്ടി. 3 വേർഡ്സിൽ 2. ആദ്യത്തെ തുടക്കത്തിലെ 3 വേർഡ്സിൽ 2 മിസ്റ്റേക്സ് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് അങ്ങനെ വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ ആദ്യത്തെ വരിയിൽ മിസ്റ്റേക്സ് ചെയ്യേണ്ടാവില്ല. ഹോക്കിംഗ് വെന്റ് ടു ഓക്സ്ഫോർഡ്, കറക്റ്റാണ്, പോയി, പാസ്റ്റ് ടെൻസ് ആണ്. ഹോക്കിംഗ് വെന്റ് ടു ഓക്സ്ഫോർഡ് ടു സ്റ്റഡി, ശരിയാണ്, നാച്ചുറൽ സയൻസ് ആൻഡ് ടു സ്പെഷ്യലൈസ് ഓൺ ഫിസിക്സ്. ഫിസിക്സിൽ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഓൺ ഫിസിക്സ് അല്ല പറയുക, പിന്നെ എന്താ പറയുക? ഇൻ ഫിസിക്സ്. ടു സ്പെഷ്യലൈസ് ഇൻ സയൻസ്, ടു സ്പെഷ്യലൈസ് ഇൻ ജോഗ്രഫി. ഓക്കെ, ഹി ജോയിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഇൻ ഓക്സ്ഫോർഡ് ആൻഡ് ടുക്ക് ഹിസ് ഡിഗ്രി. ഹി ജോയിൻ യൂണിവേഴ്സിറ്റി കോളേജ്, അവിടെയാണ്. അവിടെ നമ്മൾ ഇൻ അല്ല അവിടെ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ ഏതാണ്? അറ്റ് ഓക്സ്ഫോർഡ് ആൻഡ് ടുക്ക് ഹിസ് ഡിഗ്രി. കാരണം ഓക്സ്ഫോർഡ് എന്നുള്ളത് ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ സ്ഥലമാണ്, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അറ്റ് എന്നുള്ള പ്രപ്പോസിഷനാണ് അവിടെ കോമ്പാറ്റബിൾ ആവുക എന്ന് നിങ്ങൾ ഓർക്കുക. ടെക്സ്റ്റ് ആൻഡ് ഇതിൻ്റെ ഒക്കെ എന്താ പറയുക, ഇതിൻ്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കിയാലോ? യെസ്, നോക്കൂ, ഇതേതാ ചാപ്റ്റർ? യെസ്, ഗൂസ്ബെറീസ് ബൈ ആൻറ്റൺ ചെക്കോ. അല്ലേ, നിങ്ങൾക്കറിയാം, നിക്കോളയുടെയും ഇവാനിച്ചിൻ്റെ ഒക്കെ കഥ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ വൈകുന്നേരം 7:30 ലൈവിൽ നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. നോക്കൂ, ലാസ്റ്റ് ഇയർ. അപ്പോൾ ഫ്രം ദ വെരി ഫസ്റ്റ് ഫ്രേസ് നമുക്ക് മനസ്സിലായത് പാസ്റ്റ് ടെൻസ് ആണ്. ലാസ്റ്റ് ഇയർ ഐ പേ ഹിം എ വിസിറ്റ്. അപ്പോൾ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് പേ ഹിം എ വിസിറ്റ് അല്ല, പിന്നെന്താണ്? ഐ പെയ്ഡ് ഹിം എ വിസിറ്റ്. ശരിയാണല്ലോ, അപ്പോൾ ഒരു മിസ്റ്റേക്ക് കിട്ടി. ഐ തോട്ട്, പാസ്റ്റ് ടെൻസ് ആണ്, അപ്പോൾ അതെന്താ വായിക്കുക? ഐ വുഡ്, വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് വുഡ്. ഓക്കെ, അവിടെ പ്രശ്നമൊന്നുമില്ല. ഐ വുഡ് ഗോ ആൻഡ് സീ ഹൗ തിങ്സ് വാസ് വിത്ത് ഹിം. എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഹൗ തിങ്സ് വാസ് വിത്ത് ഹിം എന്നല്ല പറയുക, എന്താ പറയുക? വേർ വിത്ത് ഹിം എന്നാണ് പറയുക. കാരണം തിങ്സ് എന്ന് പറയുന്നത് പ്ലൂരലാണ്, എന്നാൽ വാസ് എന്ന് പറയുന്നത് സിംഗുലറാണ്. ഈസ്, വാസ്, ഡസ്, ഹാസ്, എസ്സിൽ അവസാനിക്കുന്ന എല്ലാ ഓക്സിലറി വേർബ്സും എന്താണ്? സിംഗുലറാണ്. സോ ഇവിടെ വേണ്ടത് പ്ലൂരലാണ്. സോ രണ്ടാമത്തെ മിസ്റ്റേക്ക് കിട്ടിയോ? കിട്ടി. ഹൗ തിങ്സ് വേർ വിത്ത് ഹിം. ഓൺ ഹിസ് ലെറ്റേഴ്സ്, വെരി സിമ്പിൾ. ഓൺ ഹിസ് ലെറ്റേഴ്സ് എന്ന് പറയില്ല, എന്തേ പറയുള്ളൂ? ഇൻ ഹിസ് ലെറ്റേഴ്സിനെ പറയുള്ളൂ. മൈ ബ്രദർ കോൾഡ് ഹിസ് എസ്റ്റേറ്റ്, ആ പേര്, ഓർ ഹിമാലയോസ്കി. ഐ അറൈവ്ഡ് അറ്റ് ഹിമാലയോസ്കി ഇൻ ആഫ്റ്റർനൂൺ. ഇനി ഇവിടെ എന്താ പ്രശ്നം? ഒരു മിസ്റ്റേക്ക് കൂടെ വേണം, ആൻഡ് ദാറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് മിസ്റ്റേക്ക്. ഇവിടെ നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ആഡ് ചെയ്യണം? ദ ആഡ് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുള്ളൂ? 4 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയും മിസ്റ്റേക്സ് എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ, ഐ ഗോ ഫോർ 2 more questions. 2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കി, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞേക്ക്. സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റർ ആണ്. വാട്ട് ഈസ് യുണീക്ക് അബൌട്ട് സൈബർ സ്പേസ് ആർ ദാറ്റ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യെസ്, വാട്ട് ഈസ് യുണീക്ക് അബൌട്ട് സൈബർ സ്പേസ് ആർ ദാറ്റ് അല്ല, ഈസ് ദാറ്റ് ആണ്. ഓക്കെ ആണല്ലോ, സിംഗുലർ ആണ്. ഈസ് ദാറ്റ് ഇറ്റ് ലിബറേറ്റ്സ് അസ് ഇൻ ദ ടൈറണി ഓഫ് പവർ സ്ട്രക്ചേഴ്സ് അല്ല. ഇറ്റ് ലിബറേറ്റ്സ് അസ്, നമ്മൾ ലിബറേറ്റ് ചെയ്യുന്നു, പ്രസന്റ് ടെൻസ് ആണ്. ലിബറേറ്റ്സ് അസ് ഇൻ ദ ആണോ? അല്ല, ഫ്രം ദി ടൈറണി ഓഫ് പവർ സ്ട്രക്ചേഴ്സ് വേർ എവ്രി വൺ ലിവ്. അതാണ്. ശ്രദ്ധിച്ചോളെ, ഞാൻ കുറച്ച് വേർഡ്സ് എഴുതാം. ഏതൊക്കെയാണ് വേർഡ്? എവ്രി വൺ. ഞാനിത് പലതവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് 10ാം ക്ലാസ്സിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. എവ്രി വൺ, എവ്രിബഡി, എവ്രിതിങ്, അല്ലേ? ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് പ്ലൂറലായിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ ഇംഗ്ലീഷിൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആണ്. അത് പൊതുവെ അല്ല, ജനറലി അത് ഇംഗ്ലീഷിൽ എന്താണ്? സിംഗുലർ ആണ്. അപ്പോൾ എവ്രി വണ്ണിൻ്റെ
എവ്രി വൺ കേൾക്കുമ്പോൾ നമുക്ക് പ്ലൂറലായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലിവ് ഓക്കെ ആണെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, എവ്രി വൺ സിംഗുലർ ആണ്. അപ്പോൾ ലിവ് അല്ല, ലിവിൻ്റെ സിംഗുലർ ഏതാണ്? പ്രസൻറ്റ് ടെൻസിൽ ലിവ്സ് ആണ്. എവ്രി വൺ ലിവ്സ് ബൈ ദ റൂൾ ഓഫ് മെജോറിറ്റി. ഒരു മിസ്റ്റേക്ക് കൂടി ഉണ്ട്. എന്താണ് മിസ്റ്റേക്ക്? യെസ്, റൂൾ ഓഫ് മെജോറിറ്റി അല്ല, റൂൾ ഓഫ് ദ മെജോറിറ്റി. റൂൾ ഓഫ് ദ മെജോറിറ്റി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടും. 1 more question, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. സോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ഒരു മടിയും കാണിക്കരുത്. ഓക്കെ, നോക്കൂ. ചാപ്റ്റർ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. യങ് സ്റ്റീഫൻ ഈസ് നോ പ്രോഡിജി. ഓക്കെ, ശരി. ഹീ വാസ്, അപ്പോൾ നമുക്ക് മനസ്സിലായി ഹീ വാസ്. അപ്പോൾ ഇത് കഴിഞ്ഞ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ യങ് സ്റ്റീഫൻ ഈസ് നോ പ്രോഡിജി മാറ്റിയിട്ട് എന്താക്കണം? വാസ് നോ പ്രോഡിജി ആക്കണം. സോ ഒന്നാമത്തെ മിസ്റ്റേക്ക്. ഹീ വാസ് ജസ്റ്റ് എ ഓർഡിനറി ഇംഗ്ലീഷ് ബോയ്. അല്ലല്ലോ, 5ാം ക്ലാസ് ഇംഗ്ലീഷാണ്. ഓർഡിനറി എന്നുള്ളത് വവൽ സൗണ്ട് ആണ്. സോ എ ഓർഡിനറി എന്ന് പറയില്ല. എന്ത് പറയണം? ആൻ ഓർഡിനറി ഇംഗ്ലീഷ് ബോയ്. സ്ലോ ഫോർ ലേണിംഗ്. സ്ലോ ഫോർ ലേണിംഗ് അല്ല, സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ് ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ദ ഡെസ്പെയർ ഓഫ് ഹിസ് ടീച്ചേഴ്സ്. ഹി റാങ്ക്ഡ് നോ മോർ ദാൻ ഹാഫ് വേ അപ്പ് ഇൻ ഹിസ് ക്ലാസ്. സോ ഇതിലൊരു മിസ്റ്റേക്ക് കൂടെ ഉണ്ട്. 3 മിസ്റ്റേക്ക് നമ്മൾ കണ്ടുപിടിച്ചു. ഒരു മിസ്റ്റേക്ക്. എന്തായിരിക്കും ആ മിസ്റ്റേക്ക്? വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തേക്ക്. യെസ്, ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. ഹീ റാങ്ക്ഡ് എന്ന് വെച്ചാൽ അവൻ റാങ്ക് ചെയ്തു എന്നാണ്. അപ്പം നമുക്ക് വേണ്ട എന്താ? നമുക്ക് വേണ്ടത് പാസീവ് വോയിസാണ്. ഐ റാങ്ക്ഡ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ റാങ്ക് ചെയ്തു എന്നാണ്. എന്നാൽ അവിടെ അവൻ റാങ്ക് ചെയ്താണോ? അല്ല, അവൻ റാങ്ക് ചെയ്യപ്പെട്ടു എന്നാണ്. സോ ഹീ റാങ്ക്ഡ് എന്നല്ല വേണ്ടത്. എന്താ വേണ്ടത്? ഹീ വാസ് റാങ്ക്ഡ് എന്നാണ് വേണ്ടത്. പാസീവ് വോയിസ് ആണ് വേണ്ടത്. ഓക്കെ, സോ ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. ഹീ വാസ് റാങ്ക്ഡ് നോ മോർ ദാൻ ഹാഫ് വേ അപ്പ് ഇൻ ഹിസ് ക്ലാസ്. സോ ദീസ് ആർ ദ 4 മിസ്റ്റേക്സ്. ഓക്കെ, സോ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ട്, വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഉറപ്പായിട്ടും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നാച്ചു സാർക്ക് കേൾക്കാൻ വലിയ താല്പര്യമുണ്ട്. സോ ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്സ് ഇൻ ദ കമൻറ്റ് ബോക്സ്. സോ അൺടിൽ വി സീ വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവറിബഡി. താങ്ക് യു ഫോർ വാച്ചിങ്.